ആരാ? ഞാൻ ബിയാത്തു. ഷേനായി മന്ദിരത്തിൽ ബിയാത്തോ? ആ, ഞാൻ എന്റെ മാപ്പിളയെ നോക്കിയിരുന്നതാ. നടുവിന് സുഖമില്ലാതെ ഇവിടെ കിടക്കണ ബെല്ലി ഷേനായിക്ക് മർമാണി ചികിത്സയ്ക്ക് വന്ന സുലൈമാന്റെ ബീഡ്രാ ഞാൻ. സുലൈമാനേ അന്റെ കാര്യം പോയി. ഞമ്മള് കളപ്പുരയില പാർപ്പ്. ഒറ്റയ്ക്ക് പോവാൻ നമുക്ക് പേടിയാ. പുയ്യാപ്പിള വരുമ്പോ ഒരു നേരാവും. നോക്കി നിന്ന് മെയ്യ് കഴിച്ചു. ഞമ്മളാക്കി തന്നാ പോരെ? അയ്യോ, ഇങ്ങക്ക് ബുദ്ധിമുട്ടാവൂലേ? ഇല്ലെന്ന് വരി. അല്ല ഒത്ത് ബിയാത്തോ, ഞമ്മളിവിടെ വന്നത് എന്തിനാന്നറിയാ? ഒരു മുട്ടപ്രയോഗത്തിനാ. നിക്കി മിസരി പൊന്നിന്റെ തട്ടമിട്ട അന്നെ കാണാൻ സ്വർഗത്തിലെ മാലാകയെ പോലുണ്ട്. ഞമ്മളെ കളിയാക്കല്ലേ? ഓടല്ലേ, ഒന്ന് നിക്കി. മാപ്പിള വരാൻ ഒരുപാട് വൈകുവോ? എന്നാ അറയിലേക്ക് ഞമ്മളും കൂട്ടുവരാം. എന്തിനാ? പഠിച്ച കല്യാജ് ഒന്നും അറിയാത്ത പോലെ. ഇങ്ങക്ക് കുടിക്കാൻ എന്താ വേണ്ടിയത്? അതിപ്പോ എന്തായാലും കുഴപ്പമില്ല. സർബത്താ ചോരയാ? അതിപ്പോ സർബത്തോ ചോരയോ? ഇത് ഏത്? അവിടെ നിൽക്കണം. ഇവിടെ വന്ന് അല്ല വീണ്ടും വന്ന് ഇതെന്തോന്ന് യശിയിലെ സമ്മേളനോ? പഠിച്ചോനെ അല്ല രസോട്ടി പോകല്ല സുമാര. പ്രേതത്തിന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ ഓടി വന്നതാ. പേടിക്കണ്ട, ഇന്ന് എന്നോടൊപ്പം ഇവിടെ 5 ഉറങ്ങാം. എടുത്ത് വെളിയിലിടരുത്, എനിക്ക് പ്രേതത്തെ പേടിയാ. അയ്യോടാ പാവ എന്തോ കണ്ട് പേടിച്ചതാ. വെറുതെ അല്ല, ഇന്ന് ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ ചുമ്മാതല്ല, ഹാഫ് ഫ്രൈ പോലെ ഒരു സാധനം എന്നെ ഓടിച്ചതിനകത്ത് കഴിച്ചത്. നീ വലിയ ഉസ്താദല്ലടാ. ചുമ്മാ കല്ല് വെച്ച നുണ പറയരുത്. എന്തെന്ന്? ഞാൻ ഉസ്താദല്ല, പിന്നെ പയറുവള പപ്പൻ. അപ്പൊ നിന്റെ കൂടെ ഉള്ളതോ? അയ്യോ, അതെന്റെ ബീവി. ഈ ചെറിയ ചെറിയ സഹായത്തിനൊക്കെ അടിക്കരുത്. സെറ്റപ്പ്. ഇവിടെ നിങ്ങൾ ഇറങ്ങി. അയ്യോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ മന്ത്രവാദിയുടെ ശക്തി എനിക്ക് മനസ്സിലായി. എന്നാ പ്രേതം ഓടിച്ച് അതുവരെ വന്നിട്ട് ഇതിനകത്തോട്ട് കയറിയില്ല. എന്നെ എടുത്ത് പുറത്തിടരുത്, എന്നെ അവള് കടിച്ചില്ലാതാക്കും. എനിക്ക് പേടിയാ. പാവുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ആ പേടി മാറാനുള്ള അരിഷ്ടല്ലേ, അതൊരു 2 പെക്കെടുത്ത് ഉസ്താദിനോട് കൊടുക്കുക. വേണ്ട വേണ്ട, വെള്ളം വേണ്ടെന്ന്. കൊടുക്ക. എനിക്ക് വെള്ളം ഒഴിച്ച ശീലല്ല. ഉസ്താദ് വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര വലിയ മന്ത്രവാദിയൊന്നുമില്ല. മാന്ത്രികൻ മണപ്പള്ളി ഭട്ടതിരിയുടെ മകൻ. അത് മാത്രമാണ് എൻ്റെ യോഗ്യത. എല്ലാം വേണ്ടാന്ന് വെച്ച് ഇവിടുന്ന് ഇറങ്ങിയതാ. പക്ഷെ പോകാൻ മനസ്സനുവദിക്കുന്നില്ല. എനിക്ക് ഉസ്താദിന്റെ ഒരു സഹായം വേണം. എന്ത്? ശബരിമലയിൽ അയ്യപ്പന് വാവര് കൂട്ടെന്ന് പറയുന്ന പോലെ ഇവിടെ ഷേണായ മന്ദിരത്തില് മണപ്പള്ളി മുകുന്ദനുണ്ണി ഭട്ടതിരിക്ക് ഉസ്താദ് കൂട്ട്. കോടുകൈ. ഓക്കേ. യാ അല്ലാഹ് ഷെയ്ഖ് മുഹീദ്ദീൻ, യാ അല്ലാഹ് ഖുവത്തുല്ലാ ബറകാത്തു. ഹസാത്തി ചന്ദന ഹറാമി ഉൽ ഹറാമി. ഷേനായി മന്ദിരത്തിൽ ഉറുക്കു എന്ന ശൈത്താൻ ഇപ്പോ ഓളുടെ ശരീരത്തിലാണ് പാർപ്പ്. വന്ന കയറി അന്ന് തുടങ്ങിയതാ. ഇല്ലാത്ത രക്ഷയുടെ പേരും പറഞ്ഞ് ഈ ഹറാസ്മെന്റ്. ആദ്യം ഒരു മന്ത്രവാദി, ഇപ്പൊ ഇതുപോലൊരുത്തനും. മോളെ നീ ഇല്ലാ ദേഷ്യം കണ്ട ഞമ്മക്കല്ലേ അറിയൂ. ഒരു കാര്യത്തിനും ദേഷ്യപ്പെടാത്ത കുട്ടിയായിരുന്നു അവള്. അവളെ രക്ഷിക്കണം ഉസ്താദേ. ഞമ്മളെ ബുദ്ധിയിൽ ഒറ്റ ബയ്യെ കാണുന്നുള്ളൂ. ഓളെ ഏർവാടി പള്ളിയിലെത്തിക്കണം. എല്ലാം ഉസ്താദിന്റെ ഇഷ്ടം. ആര് പറഞ്ഞാലും അവൾ അനുസരിക്കില്ല. അക്കാര്യം ഞമ്മളേറ്റ്. ബീവി, എത്രയും പെട്ടെന്ന് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കോളി. കുണ്ടന്മാരെ വരി. കുനിഞ്ഞു നാട് വളയോ എന്തോ. എന്തായി? പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് അവള് വന്നിരിക്കും. കൊടുകൈ. മുതലാളി 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 അണക്കാതെ കാര്യം എന്താ? അവൻ വന്നു. ആ മുകുന്ദനുണ്ണി ആ ദമയന്തേ കൊണ്ടാ വന്നിരിക്കുന്നേ. ഒരു കാര്യം ചെയ്യും, നീ പണിക്കാരൻ കൂടെ ട്രാക്ടറിൽ അങ്ങോട്ട് വാ. പറ്റിച്ച് മുങ്ങിനൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. ഈ പണി കൊടുക്കുന്നത് ഏത് പറമ്പിലെ പണിയാ? അതിനെന്നെ കണ്ണൂരിട്ടി കാണിച്ചെന്തിനാ?
നല്ല പരിചയമുള്ള ശബ്ദം. നെറ്റിക്കടന്മാരെ, അയ്യോ ദൈവമേ, ഇത്രയും കാലമായിട്ട് ഇവരുടെ ഭ്രാന്ത് അവസാനിച്ചില്ലേ? നമ്മളിവിടെ വന്ന വിവരം ഇവരെങ്ങനെ അറിഞ്ഞു? ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കും. കുടുങ്ങും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ? അതല്ല എന്ത് ചെയ്യുന്നു ചോദിച്ചത്. ദമയന്തിയെ കാണിക്കേണ്ടി വരും. ദമയന്തി എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരത്തിനെ കാണിച്ചു കൊടുത്താലോ? അതിന് ഓൾറെഡി അവർ ദമയന്തിയെ കണ്ടിട്ടുണ്ടല്ലോ. കുറച്ച് ദിവസം ഇരുന്ന് മൂത്ത് പോയതാന്ന് പറഞ്ഞാൽ മതി. ടിവിയെ കാണിച്ച ഉസ്താദ് നിനക്ക് മൊട്ടയിൽ പണിതരും കേട്ടാ. അതെ, അവരൊറ്റയ്ക്കല്ല, 10-20 ആളുകളും വടിവാളും ഒക്കെ ഉണ്ട്. ഇതൊറ്റയ്ക്ക് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. മോള് പേടിക്കണ്ട കേട്ടോ, ചേട്ടൻ കൂടെ ഉണ്ട്. ദൈവമേ, ഇതിലും ഭേദം നെറ്റിക്കടന്മാരെ. അപ്പൊ അവനൊക്കെ മാന്ത്രിക ശക്തി പോരാട്ടോ. ആഹാ, ആരാ ഇതൊക്കെ? നമസ്കാരം, സുഖം തന്നെയാണല്ലോ അല്ലേ? അല്പം കുറവാ, എന്താ വേണടാ? മുങ്ങേ? എങ്ങോട്ട് മുങ്ങാൻ? മുങ്ങിയ പിന്നെ ഇവിടെ പൊങ്ങാൻ പറ്റുമോ? പൊങ്ങിയില്ല, പൊക്കും. അത്രയ്ക്ക് പൊക്കണ്ട. മുതലാളിമാരും ഇവളുമായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചുറപ്പിച്ചന്ന് നടത്താനിരുന്ന സമയത്താണ് ഇവളുടെ മുറച്ചിറക്കം വന്ന് ഇവിടെ തട്ടിക്കൊണ്ടുപോയത്. എന്തായിരുന്നു അവന്റെ പേര്? പേരോ? പേര് 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 പെരേര. പെപ്പെ പെരേരയോ? പെരേര. പെരേര. ഇപ്പൊ എന്തുമാത്രം കഷ്ടപ്പെട്ട് സാഹസികമായിട്ട് മുതലാളിമാർക്ക് ഇവിടെ കൊണ്ട് തന്നെന്നുള്ള കാര്യം മുതലാളിമാർക്ക് അറിയോ? ദൈവമേ, ഇത് നമ്മുടെ ഗിരിധരന്റെ ആളുകളല്ലേ? പെരേരയുടെ ആൾക്കാരെന്ന് പറയാം. എന്താടാ? പെരേരയുടെ ആൾക്കാരാ വീണ്ടും തട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുക. ദമയന്തിയുടെ മുമ്പിൽ മുതലാളിമാർക്ക് ശക്തി തെളിയിക്കാൻ പറ്റൊരു അവസരം അത്. ദമയന്തി തല കുനിക്കും. പന പോലെ വളർന്നിട്ട് എന്താണ് കാര്യം? തലയ്ക്കകത്ത് ബുദ്ധി വേണം. ഇതുവരെ നീ ചെയ്തതെല്ലാം മഹാമണ്ഡത്തരങ്ങൾ. അച്ഛന്റെ ഉപദേശം കേട്ടിട്ടാ കാര്യങ്ങൾ ഇത്രയും വഷളായത്. അതേടാ, ചേച്ചിയെ കല്യാണം കഴിച്ചാൽ സ്വത്തിന്റെ പകുതിയെ കയ്യിൽ വരൂന്ന് അറിഞ്ഞതുകൊണ്ടാ അനിയത്തിയെ കൊല്ലാൻ ഞാൻ പറഞ്ഞത്. എന്നിട്ടും നീ ചെയ്തതോ? അതൊരു കൈ അബദ്ധം പറ്റിയതല്ലേ. കോളേജിൽ നിന്ന് ടൂറ് പോയ ചന്ദനെ അങ്ങനെയല്ലായിരുന്നു അപായപ്പെടുത്താൻ നോക്കേണ്ടത്. അതിന് വേറെ എത്ര വഴികളുണ്ടായിരുന്നു. ചന്ദനയെ കൊല്ലാൻ ശ്രമിച്ചത് നീയാണെന്ന് അവൾക്കറിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവനറിയാം. ആ മുകുന്ദനുണ്ണിക്ക് അവനൊരു ചുക്കം ചെയ്യാനാവില്ല. എന്താ കാണണമെന്ന് പറഞ്ഞത്? തിരിച്ചു പോവാണെന്ന് ഉണ്ണിയാതിരി പറഞ്ഞു. പോണം. കാര്യങ്ങളൊക്കെ മാളൂന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി എനിക്ക് സന്തോഷത്തോടെ മടങ്ങാം. സന്തോഷത്തോടെയോ? ആ, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി സുഖമായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ മാളൂനൊരു കഥയായല്ലോ. ഓർമ്മ നഷ്ടപ്പെട്ട എന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു. ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ അത് തിരിച്ചറിയാതെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു. സാരമില്ല, രണ്ടും അറിഞ്ഞോണ്ടല്ലോ. ഇപ്പൊ എനിക്കെല്ലാം അറിയാം. എനിക്ക് വേണ്ടത് എന്റെ സ്വത്ത് കണ്ടെന്നെ സ്നേഹിക്കുന്ന ഒരാളെ അല്ല. ഗിരിധർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് എല്ലാ സൗഭാഗ്യങ്ങളുള്ള ചന്ദനയാണ്. ആരെന്ന് പോലും അറിയാതെ മുകുന്ദനുണ്ണി സ്നേഹിച്ച പഴയ മാളുവായി ജീവിക്കാനാ എനിക്കിഷ്ടം. മുകുന്ദനുണ്ണി ഇഷ്ടപ്പെട്ടിരുന്ന പഴയ മാളു ആവാൻ ഇനി എനിക്ക് പറ്റൂ.